രാജേഷ് മാധവൻ ഡയറക്റ്റ് ചെയ്ത് ലാസ്റ്റ് മന്ത് റിലീസായ ഒരു മൂവിയായിരുന്നു പെണ്ണും പൊറാട്ടും എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം പോസിറ്റീവ് അല്ലെങ്കിൽ ഭേദപ്പെട്ട റിവ്യൂസ് കിട്ടിയിട്ടും തിയേറ്ററിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു മൂവി ആയിരുന്നു ഇത്. പക്ഷേ ഈ മൂവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പൊതുവെ മലയാള പടങ്ങളൊന്നും പടം റിലീസിന് മുന്നേ OTT റൈറ്റ്സ് സെല്ലാവാറില്ല. ഈ പടത്തിൻ്റെ റിലീസിന് മുന്നേ തന്നെ OTT റൈറ്റ്സ് സെല്ലായിട്ടുണ്ടായിരുന്നു. അതും നെറ്റ്ഫ്ലിക്സിലായിരുന്നു സെല്ലായത്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ പെണ്ണും പൊറാട്ടും. അപ്പോൾ ഈ പടം നടക്കുന്നത് ഒരു പ്രത്യേകതരമായുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ പാലക്കാട് പശ്ചാത്തലത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി 2 കഥകളാണ് ഈ പടത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 2 കഥകൾ പോകുന്ന പല റൂട്ടുകളിലൂടെ പോയിട്ട് ലാസ്റ്റ് ഒരു പോയിന്റിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ടോവിനോ തോമസ് ആണ് അതിൻ്റെ സൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പട്ടിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ളൊരു സ്റ്റോറിയിലെ, അപ്പോൾ അതിനെ പേ ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ് തല്ലിക്കൊല്ല ഓടിക്കുന്ന ഒരു സ്റ്റോറിയിലെ. രണ്ടാമത്തെ സ്റ്റോറിയിലെ എന്ന് വെച്ചാൽ നാട്ടിലുള്ള ഒരാൾ ആ നാട്ടിലെ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ 2 സ്റ്റോറി ലൈനാണ് ഇതിൽ ബിൽഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓവർ ദ ഫിലിം അത് ബിൽഡ് ചെയ്ത് എൻഡിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ടോട്ടൽ കെയോസ് എന്നുള്ള മോഡിലേക്കൊക്കെ പടം പോകുന്നുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴേക്കും. ഒരു ഭയങ്കര വെറൈറ്റി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ പടത്തിനൊരു അതിൻ്റേതായ ഒരു മൂഡുണ്ട്. അപ്പോൾ ആ മൂഡിൽ കണ്ടു പോകണം, അപ്പോഴേ ഹ്യൂമേഴ്സ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഹ്യൂമേഴ്സ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് പടത്തിൽ വരുന്നുണ്ട്. അതെല്ലാം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറുകളാണ് ഡ്യൂറേഷൻ. എവിടെയും ലാഗോ അല്ലെങ്കിൽ ബോറടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ഇത് എൻഗേജ് ചെയ്ത് തന്നെയാണ് പടം പോയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ അഭിനേതാക്കളെല്ലാം പുതിയ ആൾക്കാരാണ്. അതായത് വേറെ എവിടെയും കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് തോന്നിയില്ല. അവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഒരു അമ്മ മോള് കോംബോ ഒക്കെ ഉണ്ട്, അത് അത്യാവശ്യം നല്ല രസകരമായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. മ്യൂസിക് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും എല്ലാം എൻജോയബിൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ആകെത്തുകയിൽ അത്യാവശ്യം നല്ലൊരു മെസ്സേജൊക്കെ തരുന്ന ഒരു നല്ല മൂവി ആയിട്ടാണ് പെണ്ണും പൊറാട്ടും എനിക്ക് തോന്നിയത്. ഭീകര പടമൊന്നുമല്ല, പക്ഷേ എടുത്തത് വൃത്തിക്ക് എടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ കറന്റ് സ്ട്രീമിംഗ് ആണ്. ഗോ ഫോർ ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു.